കോയമ്പത്തൂർ സ്ഫോടന കേസിലെ ഒന്നാം പ്രതി ഭാഷയുടെ വീട്ടിൽ സന്ദർശനം നടത്തി NCHDR പ്രവർത്തകർ. ഭാഷയുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു സന്ദർശനം. ഇതോടെ നിരോധിത ഭീകരവാദ സംഘടനകളുമായി NCHDR എന്ന സംഘടനയ്ക്കുള്ള ബന്ധമാണ് പുറത്തുവരുന്നത്. കോയമ്പത്തൂർ സ്ഫോടന കേസിലെ ഒന്നാം പ്രതി പരോളിലിറങ്ങിയ ഭാഷാഭായ് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടത്. 51 പേരുടെ ജീവനെടുത്ത സ്ഫോടന കേസിലെ പ്രതിയുടെ വീട്ടിലാണ് മനുഷ്യാവകാശ സംഘടനയെന്ന് അവകാശപ്പെടുന്ന NCHDR പ്രവർത്തകർ നേരിട്ടെത്തിയത്. സംഘടനയുടെ പ്രസിഡന്റ് വിളയോട് ശിവൻകുട്ടിയും മറ്റ് ഭാരവാഹികളും ഭാഷാഭായിയുടെ വീട്ടിലെത്തിയതിന്റെ ദൃശ്യങ്ങളാണിത്. ഭാഷാഭായിയുടെ മകന് ആശ്വാസം പകരാനാണ് വീട്ടിലെത്തിയതെന്നാണ് ഇവരുടെ വാദം. സ്ഫോടനം നടത്തി നിരപരാധികളുടെ ജീവനെടുത്ത് അതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രതിയുടെ വീട്ടിലെത്തിയതിൽ നിന്ന് തന്നെ NCHDRന്റെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല, ഭാഷാഭായിയുടെ പ്രവർത്തനത്തെ മഹത്വവൽക്കരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റും NCHDR പ്രവർത്തകരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാം. 51 പേരുടെ ജീവനെടുത്ത സ്ഫോടന കേസിൽ ഭാഷാഭായ് ജയിലിലായതിനെ പോലും ന്യായീകരിക്കുകയാണിവർ. മാത്രമല്ല, ഭാഷാഭായ് എന്ന തീവ്രവാദിയുടെ അന്തിമോപചാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പതിനായിരങ്ങൾ എത്തിയതും ഏറെ ആശങ്കയുളവാക്കുന്നതാണ്. നിരോധിത തീവ്രവാദ സംഘടനകളുമായി NCHDRന് ബന്ധമുണ്ടെന്ന വാദം ശരിവെക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജനം, കോഴിക്കോട്.